വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി കൊച്ചി താന്തോന്നിത്തുരുത്ത് നിവാസികൾ. ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. ടി.ജെ. വിനോദ് എം.എൽ.എയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചി താന്തോന്നിത്തുരുത്തിലെ 60ഓളം കുടുംബങ്ങൾ അവരുടെ ആവശ്യമുന്നയിച്ച് സമരം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും അവരുടെ ആവശ്യം സർക്കാരുകൾ അംഗീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇവർക്ക് ഒരു ഔട്ടർ ബണ്ട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചർച്ചയിലായിരുന്നു ആ ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ എപ്പോഴും ആ ബണ്ട് റോഡ് നിർമ്മാണം അത് ഇപ്പോഴും അകന്നു തന്നെ നിൽക്കുകയാണ്. ഇതിനായി നിയോഗിച്ച കമ്മീഷനിൽ 4 പേരടങ്ങുന്ന ഒരു കമ്മീഷനെയാണ് നിയോഗിച്ചത്. അതിൽ 3 പേർക്ക് ഈ ബണ്ട് നിർമ്മിച്ചു നൽകുന്നതിനോട് എതിർപ്പാണ്. ഒരാൾ മാത്രമാണ് അനുകൂലിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു എതിർപ്പെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധവുമായി എത്താനായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ നിർബന്ധിച്ചത്. മത്സ്യത്തൊഴിലാളികളാണ്, സാധാരണക്കാരാണ്. ഈ തുരുത്തിൽ നിന്നും പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവർക്ക് യാതൊരുവിധ സംവിധാനമില്ല, ഒരു പാലമില്ല, ആശുപത്രിയില്ല. അത്യാഹിത സംഭവിച്ചാൽ ഈ വള്ളത്തിലൂടെ മാത്രമേ ഇവർക്ക് പുറം ലോകത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഈ ഞങ്ങളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഞങ്ങളോട് എന്തിനാണ് സർക്കാർ ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ സമരം നടത്തുന്നത്. അമ്മേ, കുറെ നാളുകളായിട്ടുള്ള നിങ്ങളുടെ ഒരു സമരമാണ്. ഇതുവരേക്കും അതിനൊരു പരിഹാരം കിട്ടിയിട്ടില്ല. എല്ലാം പോട്ടെ, 10-20 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങാണ്. എന്തിനെങ്കിലും വരുമ്പോൾ ഞങ്ങളത് പറയുമ്പോൾ വന്നവർ പരിഗണിച്ച് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ അധികാരികളും വരൂല, ആരും വരൂല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോട്ടുള്ളൂ പഠിക്കാൻ പോകാൻ. അത് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോകില്ല. എല്ലാം പോട്ടെ, വേലിയേറ്റം വന്ന് ടോയ്ലറ്റ് മുഴുവൻ നിറഞ്ഞു കിടന്നിട്ട് അതുങ്ങൾക്ക് അതിന് പോലെയുള്ള സൗകര്യമില്ല. അത്ര ഞങ്ങൾ ഇനി കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ചാടാൻ കണക്കാക്കി തന്നെ വന്നേക്കണേണ്. ഞങ്ങളാ പോയിക്കോട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് തലമുറ എന്തെങ്കിലും ഒരു ഭാവിയിൽ വന്ന. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിൽ അനുഭവിച്ച് ഞങ്ങൾക്ക് മതിയായി. ഞങ്ങളുടെ പെരയിലുള്ളിടത്തോളം നശിഞ്ഞ അതൊക്കെ പോട്ടെ, എങ്ങനെ ഞങ്ങൾ അവിടെ ജീവിച്ചു പോകും? ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല പോകാൻ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതിനും വേണ്ടും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകളായി ഇവർ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇനി വരും തലമുറകളെങ്കിലും ഇത് അനുഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്ന ഒറ്റ തീരുമാനത്തിലാണ് ഈ 60ഓളം വരുന്ന കുടുംബങ്ങൾ ജിഡ ഓഫീസിന് മുന്നിൽ സമരത്തിൽ ഇരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തുരുത്ത് നിവാസികൾ ജീവിക്കുന്നതും.